വേണമെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നോളൂ. കൊൽക്കത്തയിലെ പ്രശസ്തമായ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടന്ന അതിക്രൂര പീഡന കേസിൽ പ്രതിയായ സഞ്ജയ് റോയിയുടെ വാക്കുകളാണിത്. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇങ്ങനെ പറയുവാനുള്ള ധൈര്യമുണ്ടാവുന്നത്? ഭാരതീയ ന്യായ സംഹിതയോടും ഭാരതീയ നാഗരിക സംഹിതയോടും സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള നീതിന്യായ സംവിധാനങ്ങളോടുള്ള നെറികെട്ട മനോഭാവമല്ലേ ഈ വാക്കുകളിൽ പ്രകടമാവുന്നത്? ബംഗാൾ പോലീസിന്റെ സിവിക് വളണ്ടിയർ എന്ന സാമൂഹിക സുരക്ഷാ വിഭാഗത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ലവലേശം കൂസലില്ലാതെ, ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലാതെ ഇത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, നിഷ്ഠൂര കൊലപാതകത്തിനു ശേഷം താൻ വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങിയെന്നും ഉണർന്നതിന് ശേഷം ചോര പുരണ്ട വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയെന്നും ആ കൊലപാതകി കൂട്ടിച്ചേർത്തു. 2024 ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ചയാണ് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ ജനത്തിരക്കേറിയ ആർജിക്കർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാജ്യത്തെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. പുലർച്ചെ 3-നും 5-നും ഇടയിൽ സ്വതവേ എല്ലാവരും ഉറക്കത്തിന്റെ അവസാന യാമങ്ങൾ താണ്ടുമ്പോൾ ആ ആശുപത്രിയിലെ ഒഴിഞ്ഞ മുറിയിൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കേണ്ടിയിരുന്ന 31 വയസ്സുള്ള ആ യുവ ഡോക്ടർ മനുഷ്യരൂപം കൊണ്ട ഒരു പറ്റം പിശാചുക്കളോട് തന്റെ ജീവന് വേണ്ടി പൊരുതുകയായിരുന്നു. നേരം പുലർന്ന് ക്യാമ്പസിലെ സഹപാഠികൾ അവളെ കണ്ടെത്തുമ്പോൾ അനേകം ഭൗതിക ചർച്ചകൾക്ക് വേദിയായ ഒരു സെമിനാർ ഹാളിൽ അർദ്ധനഗ്നയായി മരവിച്ചു കിടക്കുകയായിരുന്നു അവൾ. അധികം വൈകാതെ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ മാതാപിതാക്കൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന്. തകർന്നുപോയ ആ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവളെ കണ്ടെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികൾ തറപ്പിച്ചു പറഞ്ഞു, ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഒന്നിലേറെ പേരോട് മല്ലടിച്ചതിന്റെ ഭാഗമായാണ് നിരവധി മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായതെന്നും ക്രൂരമായ മർദ്ദനത്തിനു ശേഷം ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും പിന്നീട് കൊലപ്പെടുത്തി എന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിൽ നിന്നും 150 മില്ലിഗ്രാം അളവിൽ ബീജം കണ്ടെത്തി എന്ന രീതിയിലുള്ള നിരവധി വെളിപ്പെടുത്തലുകളുണ്ടായി. എന്നാൽ പോലീസുമായി അടുത്ത ബന്ധമുള്ള പ്രതിയെ സഹായിക്കാൻ ഇതിൽ പലതും ബംഗാൾ പോലീസ് നിഷേധിക്കുന്നു എന്ന് കരുതണം. എന്നിരുന്നാലും 36 മണിക്കൂർ നീണ്ടുനിന്ന ജോലിക്ക് ശേഷം തന്റെ തൊഴിലിടവും വിദ്യാലയവുമായ ഒരിടത്ത് വിശ്രമിക്കാനെത്തിയ ആ 31-കാരിക്ക് നഷ്ടമായത് തന്റെ ജീവനും ജീവിതവുമായിരുന്നു. കുറ്റകൃത്യം നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും തൃപ്തികരമായ ഒരു അന്വേഷണം നടക്കാത്തത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെയും നിയമങ്ങളുടെയും പോരായ്മ തന്നെയാണ്. തൊഴിലിടങ്ങളിൽ ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ആദ്യത്തെയോ അവസാനത്തെയോ രക്തസാക്ഷിയല്ല കൊൽക്കത്തയിലെ യുവ ഡോക്ടർ. കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ 1973 മുംബൈയിലെ KEM ഹോസ്പിറ്റലിൽ സോഹൻലാൽ വാൽമീകി എന്ന വ്യക്തിയുടെ അതിക്രമത്തിനിരയായി 42 വർഷത്തോളം നരകജീവിതം തള്ളി നീക്കേണ്ടി വന്ന അരുണ ഷാൻബാഗ് മുതൽ വർഷങ്ങൾക്ക് ഇപ്പുറം 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തിയ പ്രതി കൊലപ്പെടുത്തിയ ഡോക്ടർ വന്ദനാദാസ് വരെ ഈ ലിസ്റ്റിലുണ്ട്. ജീവൻ നൽകുന്നവർക്ക് കാവൽ നൽകുന്നതാര് എന്ന ചോദ്യം ദീർഘനാളായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു. കൊൽക്കത്തയിലെ ദാരുണ സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തതും CBI അന്വേഷണം ഏറ്റെടുത്തതും ആശ്വാസമാണെങ്കിലും മറുവശത്ത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന അന്തരീക്ഷം ആശങ്കാജനകമാണ്. പോലീസിന്റെ വീഴ്ചയെ ചൊല്ലിയുള്ള രാഷ്ട്രീയവാദങ്ങൾ ഉടലെടുക്കാൻ അധികം വൈകിയില്ല. CPM-ഉം കോൺഗ്രസും BJP-യും അടങ്ങുന്ന ബംഗാളിലെ പ്രതിപക്ഷം ഒന്നടങ്കം മമതയെ പ്രതിരോധത്തിലാഴ്ത്തി. പ്രതിരോധ ചൂട് രാജ്യമൊട്ടാകെ പടർന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ സ്ത്രീ സുരക്ഷയിൽ മുൻനിരയിലുള്ള ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് തെരുവിലിറങ്ങേണ്ടി വന്നു. ഒരു പതിറ്റാണ്ട് മുൻപ് രാജ്യം ഇതുപോലെ നീതിക്കായി മുറവിളി കൂട്ടിയത് 2012 ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ കൂട്ടബലാത്സംഗത്തിനിരയായി മരണമടഞ്ഞ നിർഭയയ്ക്കു വേണ്ടിയാണ്. രാജ്യം $1 ട്രില്യൺ എക്കോണമിയിലേക്കെന്ന് മേനി നടിക്കുമ്പോഴും അവശ്യ സേവനമായ ആരോഗ്യ മേഖലയിലെ സുരക്ഷാ മാർഗങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ടി വരുന്നത് എന്തൊരു ക്രൂരതയാണ്. അന്ന് നിർഭയോട് ചോദിച്ച അതേ ചോദ്യം ഇത്തവണയും ഉയർന്നു കേട്ടു. എന്തിനാണ് ആ പെൺകുട്ടി അസമയത്ത് ആ ഹാളിൽ പോയതെന്ന്. പക്ഷേ ചോദിച്ചയാൾ ആ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാളാണെന്നത് തികച്ചും ദൗർഭാഗ്യകരം. ഏതോ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനൊപ്പം മദ്യപിച്ച് ലെക്കുകെട്ട സഞ്ജയ് റോയ്ക്ക് 36 മണിക്കൂർ നീണ്ടുനിന്ന ഡ്യൂട്ടിക്ക് ശേഷം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാനെത്തിയ ഹൗസ് സർജനെ മാനഭംഗപ്പെടുത്താനും കൊലപ്പെടുത്തുവാനും ധൈര്യം വരുന്നത് മാത്രമല്ല, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലും പൊതുയിടങ്ങളിലും സുരക്ഷയില്ലാത്തത് ആരുടെ തെറ്റാണ്, ആരുടെ കഴിവുകേടാണ്? ഈ സാഹചര്യത്തിൽ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും പറയാനുള്ളത്
സാധാരണക്കാരിൽ ഭീതി ജനിപ്പിക്കുന്ന കഥകളാണ്. നൈറ്റ് കാഷ്വാലിറ്റി അത്ര സെൻസിറ്റീവ് ആയ ഏരിയയിൽ നിങ്ങൾ രാത്രി നോക്കിയ ക്യൂ മാത്രമേ കാണത്തുള്ളൂ. അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല, ആർക്കും വേണമെങ്കിലും കയറി വരാം. അവിടെ എത്ര വ്യത്യസ്തമാരെ നിൽക്കണേ പല കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൊസീജിയർ റൂമിൽ സ്റ്റിച്ച് ഇടുന്നതിനിടയ്ക്ക് സൂചി എടുത്ത് കുത്താൻ വന്നിട്ടുണ്ട് സിസ്റ്റർ എച്ച്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അങ്ങ് ബംഗാളിൽ മാത്രമല്ല ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഒന്നും ആവാതെ പോകുന്ന നമ്മുടെ ഭാഗ്യം ഇതുവരെ. തങ്ങൾക്കും ഇതേ അവസ്ഥ വരുമോ എന്ന ഭയം അവർ നമ്മോട് പങ്കുവെക്കുകയാണ്. ആവശ്യത്തിലേറെ ഡോക്ടർമാരുണ്ടായിട്ടും മണിക്കൂറുകൾ നീളുന്ന ഡ്യൂട്ടി സമയം, പകലും രാത്രിയും വേണ്ടത്ര സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണക്കുറവ്, ആശുപത്രിയുടെ പരിസരങ്ങളിലുമുള്ള CCTV ക്യാമറകളുടെ എണ്ണക്കുറവ്, ഇങ്ങനെ നീളുകയാണ് ദുരിതങ്ങളുടെ പട്ടിക. എന്നാണ് ഇതിനൊരു അറുതി വരുന്നത്? എന്നാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കണ്ണു തുറക്കുക? ഇനിയും എത്ര ആരോഗ്യ പ്രവർത്തകർ അതിനായി രക്തസാക്ഷികളാവണം? കെട്ടുറപ്പുള്ള നിയമ സംവിധാനങ്ങൾ നിലവിൽ വന്നെങ്കിൽ മാത്രമേ ആരോഗ്യ മേഖലയിൽ തുടരുന്ന അതിക്രമങ്ങൾക്ക് അറുതി വരികയുള്ളൂ. എന്നാൽ മാത്രമേ സുരക്ഷിതമായ ആശുപത്രി വരാന്തകളും സെമിനാർ ഹാളുകളും നമുക്ക് സ്വപ്നം കാണാനാവൂ.